റിപ്പോർട്ടർ TV കമ്പനി നികുതി വെട്ടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. അതായത് 10 വർഷക്കാലത്തെ ഭരണത്തിൽ പിണറായി വിജയന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തൊരു തട്ടിപ്പ് കമ്പനിയായി അഗസ്ത്യൻ സഹോദരന്മാരുമായി ചേർന്ന റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റ് കമ്പനി മാറിയിരിക്കുകയാണ്. ആദ്യം മാംഗോ ഫോൺ തട്ടിപ്പ്, അതുവഴി 3000 കോടി ലക്ഷ്യമിട്ട ഇവർ കേരളത്തെ മുഴുവൻ പറ്റിച്ച് പണമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഇത് എല്ലാ വാർത്തകളിലും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പുകളായി മാറുകയാണ് ചെയ്തത്. അതിലെ അവസാനത്തേതാണ് ഇപ്പോഴത്തെ മെസ്സിയുടെ പേരും പറഞ്ഞുള്ള കോടികളുടെ തട്ടിപ്പ്. അതിൽ നടത്തിയ നികുതി വെട്ടിപ്പാണ് ഇപ്പോൾ വളരെ വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചതാണ്. അതായത് 2020 ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് ഉത്തരവിട്ട ഒരു നിയമപ്രകാരം ഉടമകൾ നട്ടുവളർത്തിയതും അല്ലാത്തതുമായ തേക്ക്, ഈട്ടി തുടങ്ങിയ സംരക്ഷിത മരങ്ങൾ മുറിച്ചുമാറ്റി കോടികളുടെ തട്ടിപ്പ് നടത്താനുള്ള സർക്കാരിൻ്റെ വഴിവിട്ട അനുമതി നൽകിയത് പിണറായി വിജയനാണ്. അതുവഴി അവർ വയനാട്ടിൽ നിന്നും മുറിച്ചു കടത്തിയ മരങ്ങൾക്ക് കണക്കില്ല. കോടാനുകോടി രൂപയുടെ മരങ്ങളാണ് ചുരുങ്ങിയ കാലയളവിൽ, അതായത് ആ ഉത്തരവിട്ട നിയമം റദ്ദാക്കുന്നത് വരെ അവർ മുറിച്ചു കടത്തിയത്. അതിൻ്റെ പിൻബലം മുഴുവനും പിണറായി വിജയനും ആ സർക്കാരുമായിരുന്നു. അതിൽ നിന്നും ഉണ്ടാക്കിയ കള്ളപ്പണവും ഒപ്പം ചിലരുടെ ബിനാമി പണവും ഒക്കെ ഉപയോഗിച്ചാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഹരികൾ വാങ്ങി മുതലാളിയായത് എന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞു. അന്നു മുതൽ പിണറായി വിജയന് വേണ്ടി നിരന്തരം ഓശാന പാടുന്ന ഒരു ചാനലിനെ കാണുമ്പോൾ തന്നെ എല്ലാ മലയാളികൾക്കും ഒരു പന്തികേട് തോന്നിയതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉപകാര സ്മരണ. 2020 മരം കൊള്ള നടത്താൻ അനുമതി നൽകിയ പിണറായി വിജയൻ കച്ചവടം ലാഭമെന്ന സന്തോഷത്തിൽ അടുത്ത തട്ടിപ്പിനായി എന്ത് വിഷയമാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തലപുകഞ്ഞാലോചിക്കുന്നതിനിടയിലാണ് മെസ്സിയെ കിട്ടിയത്. മരം മുറിച്ച് കടത്തുന്നത്ര അധ്വാനവുമില്ല മെസ്സിയുടെ കാര്യത്തിൽ. അതുപ്രകാരം മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിലുള്ള വ്യാജ പണി ആൻഡോ മുതലാളിയും സർക്കാരിൻ്റെ അനുമതി എന്ന പണി പിണറായി വിജയനും ഏറ്റെടുത്തു. അതിനൊപ്പം അബ്ദുൾ റഹിമാൻ എന്ന കായിക മന്ത്രിയും കൂട്ടുകൂടി. അതിൽ വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയത്. കായിക മന്ത്രി നേരിട്ട് നിന്ന് എല്ലാ തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസർ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൽകിയാൽ തന്നെ അതിൻ്റെ GST 22.5 കോടി രൂപ അടച്ചിട്ടുമില്ല. അങ്ങനെ നികുതി വെട്ടിച്ച് സർക്കാരിനെ പറ്റിച്ചതിൽ റിപ്പോർട്ടർ TV പ്രതിയാകുകയും അതിൻ്റെ അന്വേഷണം അതിശക്തമായി നടക്കുകയും ചെയ്യുന്നു. പിണറായി സർക്കാരിൻ്റെ ഔദ്യോഗിക അനുമതി ഉണ്ടെന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. അതിന് പിണറായിയും കൂട്ടുനിൽക്കുകയാണോ എന്നുള്ളതും സംശയമുണ്ട്. അങ്ങനെ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ ഇവർ പങ്കിട്ടെടുത്ത വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാംഗോ ഫോൺ തട്ടിപ്പ് കൊണ്ട് മാത്രം കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരാണ് അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന് മനസ്സിലായതിനു ശേഷവും പുതിയ നിയമമുണ്ടാക്കി അവർക്ക് തന്നെ മരം വെട്ടാൻ അനുമതി നൽകുന്നു. അതിൽ സമ്പാദിച്ച കോടികൾ കൊണ്ടൊരു ചാനൽ വാങ്ങാൻ അനുമതി നൽകുന്നു. പിണറായിയെയും സർക്കാരിനെയും രാപ്പകൽ വ്യത്യാസമില്ലാതെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ലയണൽ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പും ആസൂത്രണം ചെയ്യുന്നതും അത് നടത്തി കോടികൾ തട്ടിച്ചെടുത്തു എന്ന് പറയുന്നതും. മെസ്സി ഇല്ലാതെയാണ് ഈ പറ്റിക്കൽ പരിപാടിയെല്ലാം നടത്തിയത്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഫുട്ബോൾ ഇതിഹാസത്തെ കാത്തുനിന്നത് വെറുതെയായിരിക്കുന്നു. അത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടിക്ക് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് മാധ്യമങ്ങൾ എഴുതി തുടങ്ങിയിട്ടുമുണ്ട്. അതായത് അഗസ്റ്റിൻ സഹോദരന്മാർ ചെയ്യുന്നതെല്ലാം പിണറായിയുടെ അറിവോടെയും അനുമതിയോടെയും കൂടിയാണ് എന്ന് ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്തുകയാണ്. അന്വേഷണം എത്തുന്നത് അല്ലെങ്കിൽ കൊള്ളക്കാർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഇനി പിണറായി വിജയനെ തന്നെയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ദിവസവും തൻ്റെ ചാനലിൽ പുകഴ്ത്തിപ്പാട്ട് പാടുന്നുണ്ടെങ്കിലും ആൻഡോ അഗസ്റ്റിൻ പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതുവരെ പുറത്തു വന്നതും ഇനി പുറത്തു വരാൻ പോകുന്നതുമായ എല്ലാ തട്ടിപ്പുകളിലും ഈ കമ്പനിയോടൊപ്പം പിണറായി വിജയൻ്റെ സഹായവും ഉണ്ട് എന്നുള്ളതാണ് ഇനി വ്യക്തമാകാൻ പോകുന്നത്.